നീയല്ലേടാ നീയല്ലേടാ ഇത് നീയാണോടാ നീയാണോടാ എന്താ ഇത് മുത്തപ്പന്റെ അഞ്ചിമേ. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇത് നിങ്ങൾക്ക് ആരാന്നറിയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞുതരാം. ജസ്ന സലീം എന്ന് പറയും. ശ്രീകൃഷ്ണ പ്രതിമയല്ല, ഫോട്ടോസുകളൊക്കെ വരച്ചിട്ട് വിൽപ്പന നടത്തുന്ന ഒരു മുസ്ലിം മതസ്ഥയാണ്. അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു മുസ്ലിം മതക്കാരിയാണ്. ഈ അടുത്ത കാലത്ത് തനിക്ക് മതമില്ല, താൻ തട്ടമിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ട്. തുടക്കത്തില് ഇസ്ലാം മതവിശ്വാസിയാണ്. അവർ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്നു, റീലുകൾ എടുക്കുന്നു. ഇപ്പൊ പരിസരത്ത് കയറി പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ജസ്ന സലീമിനോട്. കാരണം ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് റീൽ എടുക്കാനുള്ള പ്രദേശമല്ല. ആർക്കും, ജസ്ന സലീമിന് മാത്രമല്ല, ആർക്കും റീൽ എടുക്കാനുള്ള പ്രദേശമല്ല. അത് ഭക്തർക്ക് പോയിട്ട് പ്രാർത്ഥിക്കുവാനും അവരുടെ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇട്ടിട്ട് റീച്ച് കൂട്ടി പൈസ ഉണ്ടാക്കാനുള്ള ഏർപ്പാടല്ല. ഇനി ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, അതെങ്ങനെയാ ഈ പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്ന സലീമും ഒരു മുസ്ലിം മതവിശ്വാസിയാണ്. അപ്പൊ ജസ്ന സലീം എന്ന് പറയുന്ന ആ തട്ടമിട്ട പെൺകുട്ടി ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരികയും ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുകയും കണ്ണനെ പ്രാർത്ഥിക്കുകയും ആ ഭഗവാന്റെ ഫോട്ടോ വരയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മുസ്ലിമായ ഒരാൾ വരച്ച ഭഗവാന്റെ ഫോട്ടോ എന്ന നിലയ്ക്ക് നല്ല പൈസയ്ക്ക് വിൽക്കാം. അങ്ങനെ ഇവർ വിറ്റിട്ടുണ്ട്, ഇവർ ജീവിക്കുന്നുണ്ട്. ഞാൻ ആ ബിസിനസ്സിന് കുറ്റം പറയില്ല. ഇങ്ങനെ പലജാതി ബിസിനസ്സുകൾ എല്ലാ അമ്പല പരിസരങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ അവരിങ്ങനെ വിറ്റ് മുന്നോട്ട് പോയിക്കോട്ടെ. പക്ഷെ സംഗതി അതൊന്നും അല്ലട്ടെ. ആളുകളൊക്കെ പറയാൻ തുടങ്ങിയ അവസാനം, നിങ്ങൾക്ക് ഇത്ര വലിയ ഭക്തിയാണെങ്കിൽ നിങ്ങളെ മതത്തിലെ പടച്ചവനെ കണ്ട് വിട്ടിട്ട് എന്ത് ചെയ്യൂ, നേരെ ഹിന്ദു മതത്തിലേക്ക് ഇന്ന് പോരെന്നേ. ഇവര് പോരൂല. പോന്നു കഴിഞ്ഞാൽ അന്ന് മുതൽ ആ പഴയ ആ ഒരു പ്രിവിലേജ് കിട്ടൂല. മുസ്ലിം മതസ്ഥയായിട്ടുള്ള കൃഷ്ണ പ്രതിമ വരയ്ക്കുന്ന പെൺകുട്ടി എന്ന് പറയുന്ന ആ പ്രിവിലേജ് കിട്ടില്ല. അപ്പൊ പിന്നെ ഇവരിങ്ങോട്ട് പോരില്ല എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. ഇതിന്റെ ഒരു അഭിപ്രായമാണ്. ഞാൻ അവരെ ചിത്രം വരയെ ദ്രോഹിക്കുന്നില്ല. അവർ ചിത്രം വരയ്ക്കട്ടെ. അത് ആളുകൾ താല്പര്യമുള്ളതൊക്കെ ഇനിയും വാങ്ങിക്കും, വീട്ടിൽ വെച്ചോളൂ. അതൊക്കെ നിങ്ങളെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ്. പക്ഷേ ഇവിടെ ചില ആളുകൾ ഇവരെ എതിർക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ നമുക്കിപ്പോ കാണാൻ കഴിയുന്നത് വിനോദ് AP എന്ന് പറയുന്ന ഒരാളാണ്. അയാൾ കമന്റ് ഇടാറുണ്ട് ഇത്ര ഈ ജസ്ന സലീമിന്റെ ഒട്ടുമിക്ക വീഡിയോസിലും. കമന്റുകളെല്ലാം ജസ്ന സലീം തന്നെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവക്ക് വ്രതമൊന്നുമില്ല, മൂരി ഇറച്ചിയും തിന്ന് MDMA അടിച്ച് ഇവൾ മെൻസസ് ആയാലും ചിത്രത്തിന് ഓർഡർ കിട്ടാൻ ഗുരുവായൂരിൽ കോപ്പറായാൻ കളിക്കുക, സ്വാമിയെ കെട്ടിപ്പിടിച്ച് സ്വാമികളെ അപമാനിക്കുകയും വൃത്തികെട്ടവൾ എന്ന് വിനോദ് AP എന്ന് പറയുന്ന ഈ ഒരു ചെങ്ങാതി കമന്റ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനത്തൊക്കെ ഗുരുവായൂരൊക്കെ കഴിഞ്ഞ ദിവസം ഈ ജസ്ന സലീം നട മുത്തപ്പനെ കാണാൻ പോയിരുന്നു. മുത്തപ്പൻ അറിയില്ലേ? കാസർഗോഡ്, കണ്ണൂർ കാസർഗോഡ്. എല്ലാവർക്കും പോവാം, ഏത് മതസ്ഥിനും അവിടെ പോവാം, ഒരു കുഴപ്പമില്ല. മുത്തപ്പ സന്നിധിയിൽ ആർക്ക് എപ്പോൾ വേണമെങ്കിലും പോകാമെന്നുള്ളതാണ്. അങ്ങനെ മുത്തപ്പനെ കാണാൻ പോയി കഴിഞ്ഞപ്പോഴേക്ക് ആ നാട്ടുകാരനായിട്ടുള്ള വിനോദ് APക്ക് അത് തീരെ അണ്ടിപ്പിടിച്ചില്ല. കാരണം അദ്ദേഹം ഒരു അപാരമായിട്ടുള്ള മുത്തപ്പൻ ആരാധകനായിരിക്കും, മുത്തപ്പൻ അപാരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളായിരിക്കും. വിനോദ് APക്ക് പിടിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു കമന്റ് ഇട്ടു. അത് ഇങ്ങനെയാണ്: മുത്തപ്പന്റെ അണ്ടിമ തൂങ്ങണ്ട. ഇങ്ങനൊക്കെ കമന്റ് ഇടാൻ പാടുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ സംശയം. കമന്റ് ഇടാൻ പാടില്ല, അങ്ങനെയൊന്നും കമന്റ് ഇടാൻ പാടില്ല. എന്നാലും അദ്ദേഹം അങ്ങനെ കമന്റ് ഇട്ടു. ഈ കമന്റ് ഇട്ടോട് കൂടിയിട്ട് അത് ജസ്ന സലീമിന് നല്ല പ്രശ്നമായി. ആളുടെ പ്രൊഫൈല് തപ്പിപ്പിടിച്ച് അയാൾ വർക്ക് ചെയ്യുന്ന കട തപ്പിപ്പിടിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് ഗംഭീരമായിട്ടുള്ള തല്ല്. ആ തല്ലൊന്ന് കണ്ടോക്കൂ. സാമി എന്ന് പറഞ്ഞിട്ട് എന്തുണ്ടാക്കൂന്ന്? നീ ഒരു സാമിയായിട്ട് മുത്തപ്പനെ കുറിച്ച് അങ്ങനെ പറയാൻ നിനക്ക് നല്ല തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പൂ മോളനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, അത്യാവശ്യം നല്ല വൃത്തിയുടെ കണ്ട. ഇയാള് മാലിട്ടിട്ട് മുത്തപ്പനെ പറ്റി പറഞ്ഞില്ല എന്നല്ല എനിക്ക് തോന്നുന്നത്. ഇയാളൊരു നല്ല വിശ്വാസിയാണ്. ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് പോയിട്ട് മുസ്ലിം മതവിശ്വാസിയായിട്ടുള്ള നീ എന്തിനാ ഗുരുവായൂർ അവിടെ പോയിട്ട് വെറുതെ നിന്റെ ബിസിനസ് കൂട്ടാനില്ല എന്നൊക്കെയാണ് അയാൾ കരുതി വെച്ചിട്ടുള്ളത്. അയാൾ അങ്ങനെ തന്നെയാണ്. ജസ്നിക്ക് ഉത്തരം കൊടുക്കുന്നു കേട്ടോ. നമുക്ക് അയാളും കുറ്റം പറയാൻ കഴിയില്ല, ജസ്നിയും കുറ്റം പറയില്ല. എന്തായാലും കേട്ടോ.
ഞങ്ങൾ ലോക്ക് ചെയ്തോളാം. എന്ത് ലോക്ക് ചെയ്യാന്? ഫേസ്ബുക്ക് ലോക്ക് ചെയ്തോളി. ഞാനിപ്പോ ഇതാക്കുന്നതും കാര്യങ്ങളും ആക്കിയിട്ട് ഇവിടെ ഇതാക്കിയാ നമ്മൾ സ്വാമിയാണെന്നതിനെ പറ്റി വർത്താൻ പറയാം. സ്വാമിയാണെങ്കിലോ അതിനൊരു അന്തസ്സുണ്ടടാ, അന്തസ്സുണ്ട്. എന്റെ മുത്തപ്പൻ അണ്ടി ഞാൻ എപ്പോഴാണ് പിടിക്കാൻ പോയത്? ദൈവത്തിന്റെ കാര്യത്തിൽ കളിക്കുന്ന ഞങ്ങളെ മുത്തപ്പന്റെ അവിടെയാണ് കേട്ടോ. അപ്പൊ ഇവിടെയാണ് ആള് വ്യക്തമാണ് പറയുന്നത്, നീ ഒരു മുസ്ലിം ആയതുകൊണ്ട് നീ ഞങ്ങളെ ദൈവത്തിന് മേലെ കളിക്കണ്ട. ശരി, ഗുരുവായൂരപ്പനൊക്കെ പോയിട്ട് ഇങ്ങനെ അവിടെയൊക്കെ പോയിട്ട് റീലെടുക്കലും മറ്റൊക്കെ നിങ്ങൾ കുറെ കണ്ടു. പക്ഷെ ഇനി മുത്തപ്പന്റെ അടുത്ത് പോയിട്ട് നിന്റെ കളി വേണ്ട. എല്ലാം വിട്ട അവസാനം നീ മുത്തപ്പന്റെ അടുത്തേക്ക് എത്തിരിക്കുക എന്നാണ് ഈ മനുഷ്യൻ. അപ്പൊ ഇയാളൊരു ഭയങ്കരമായിട്ടുള്ള മുത്തപ്പൻ ആരാധകനായിരിക്കണം. എന്തായാലും കേട്ടോക്കാം. സ്വാമിയാണ് പോലും സ്വാമി. ഇനിയിപ്പം അങ്ങനെയാണെങ്കിൽ ഇനി പോകണ്ട. ഇനി ഓരോരോ കാര്യവും പറയും, ഓരോരോ കാര്യവും ചെയ്യും. ഇനി എനിക്ക് എത്ര ആൾക്കാരെ കമ്പി കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പൊ അതിനെപ്പറ്റി വർത്താനോ കാര്യങ്ങളൊന്നും അറിയുന്ന കാര്യം സ്വാമിയാണെന്ന് പറഞ്ഞ് നടക്കുന്നത് ഒരു കാര്യം അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. വെറുതെ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കാനോ സ്വാമിയായിട്ട് ആസാമിയായിട്ട് നടക്കുന്നത്. എന്നിട്ട് മുത്തപ്പന്റെ അണ്ടിമേ തൂങ്ങണ്ട പോലും. പറഞ്ഞതിനെ കൊണ്ട് ഇനിയല്ലേ പറഞ്ഞ എന്റെതാക്കി ഞാൻ തട്ടിട്ടാലില്ലെങ്കിൽ നിനക്കെന്താടാ? നീ പറഞ്ഞതിനിപ്പോ നമ്മള് ആക്കുന്നില്ല. നമ്മള് ഫേസ്ബുക്കിൽ ഞാൻ തട്ടിട്ടാലില്ലെങ്കിൽ എനിക്കെന്താടാ? എന്നെ തന്നെയാണോ എനിക്ക് വരുന്നത്? എന്റെ സ്വാമി സ്വാമിക്ക് കമന്റ് ഇടല്ലേ? മുത്തപ്പന്റെ അണ്ടിമേ. എന്തായാലും ഇതാണ് വിഷയം. അതിഗംഭീരമായിട്ടാണ്. എന്തായാലും ഇതൊരു നല്ല ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട്. അയാളിതാ പല ആൾക്കാരും പല രീതിയിലാണ് ഇതിനകത്ത് അകത്ത് കമന്റ് ഇട്ടുള്ളത്. എന്തായാലും ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക മാത്രം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എഴുതിക്കണേ. അയാൾ ഒരു പാവമാണെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് ഈ കളി വേറെ ആരെങ്കിലും ആണെങ്കിൽ നീ നിലംപരീക്ഷയായിട്ടുണ്ടാവും. അങ്ങനെ ചോദിച്ചു വാങ്ങിച്ചില്ലേ ആ ചേട്ടനിരിക്കട്ടെ കുതിരപ്പവൻ. കമന്റ് ഇട്ടതിലല്ല, പക്ഷേ അവർ അയാളുടെ അടുത്ത് വന്നപ്പോൾ തൻ്റെ ഇടത്തോടെ നിന്നതിന് എന്ന് പറയുന്നുണ്ട്. നിന്റെ ആണോടി മുത്തപ്പൻ എന്ന് വേറെ എഴുതിയിട്ടുണ്ട്. മുത്തപ്പൻ പറഞ്ഞത് മിത്രങ്ങളെക്കാളും ശത്രുക്കൾ ഉണ്ടാവും, സഹിക്കുക, പൊറുക്കുക എന്നൊക്കെ ചില ആൾക്കാർ പറയണ്ട. അപ്പോൾ മുത്തപ്പൻ്റെയും അയ്യപ്പൻ്റെ മേലേക്ക് കയറിയാൽ ചോദിക്കാൻ ആളുണ്ട്. ഒരു ജോനോത്തി പെണ്ണ്, ഇവള് ഹൈന്ദവരെ മൊത്തം കാര്യം ഏറ്റെടുക്കുകയാണോ? ചിലക്കാണ്ടി പോടി നാറി നീ ജനങ്ങളെ കുറേയായി ഏമാന്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് 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 കമന്റുകളൊക്കെ കാണാനുണ്ട്. നോക്കൂ, ഒരു സ്വാമിയെ കൊണ്ടല്ല നീ നടക്കുന്നത്. തോന്നിയവസം കാണിച്ച എല്ലാം പറയും. നിനക്ക് എന്താടി, നിന്റെ പള്ളിയിൽ പോയി കയറി നടന്നൂടെ? അപ്പുറം അത് അവരുടെ പള്ളിയിലുള്ള ആൾക്കാർ ഒളിഞ്ഞു നിൽക്കുന്നു, എല്ലാത്തിനും ധൈര്യം നോക്കി നിൽക്കുന്നു. അപ്പൊ ഇവള് ഹിന്ദുക്കളെ വഞ്ചിക്കുകയാണ്. എൻ്റെ സുഹൃത്തുക്കളെ, ഇതോടുകൂടി എന്തുണ്ടാകുന്നു ഞാൻ പറഞ്ഞുതരാം. ജസ്ന സലീമിന് ഇവരിങ്ങനെ മുസ്ലിമായി ഇരിക്കെ തന്നെ ഹിന്ദുക്കളെ ഇത്തരം അമ്പലങ്ങളിലേക്ക് കയറുക, ഇതൊരു പക്ഷേ അംഗീകരിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കും, അംഗീകരിക്കാത്ത കുറേ ആൾക്കാരുണ്ടായിരിക്കും. അംഗീകരിക്കാത്ത ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്നാണ് എനിക്കിപ്പോൾ തോന്നിപ്പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവില്ല, തീരെ ഇഷ്ടം ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പറഞ്ഞു കഴിഞ്ഞു, ആ പരിസര പ്രദേശത്ത് കയറി പോകരുത്. കോടതി വിധിയാണ് വന്നിരിക്കുന്നത്. പരിസര പ്രദേശത്ത് കയറി പോകരുത്. ഇവർ മുഴുവൻ ഹിന്ദുക്കളെ പറ്റിക്കാൻ നടക്കുക എന്നാണ് ഇപ്പോൾ കോടതി അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തിൽ ജസ്ന സലീം കുറച്ചുകൂടിയൊക്കെ ഒരു അവബോധത്തോടെ കുറച്ചുകൂടിയൊക്കെ നീറ്റായിട്ട് കാര്യങ്ങൾ കാണണമെന്ന് എനിക്ക് തോന്നിപ്പോകുന്നത്. കാരണം ഇതൊരു ആവശ്യമില്ലാതെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു വഴക്കിനൊക്കെ ഇതൊരു കാരണമാവും. ഒരു ചെറിയ പൊരിയാവും, ഒരു തീപ്പൊരിയാവും. എന്തിനാണ് ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി ആവശ്യമില്ലാതെ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കലാപത്തിനൊക്കെ തീപ്പൊരിയിട്ട് പോകുന്നത് എന്നുള്ളതാണ്. കാരണം എല്ലാവരും ഇത് അംഗീകരിക്കില്ല എന്നുള്ളതാണ്. ചില ആളുകൾക്കൊക്കെ ചിലപ്പോൾ എനിക്കൊന്നും ഇതൊരു കുഴപ്പമുള്ള കാര്യമില്ല. അവർ അമ്പലത്തിൽ പോവുകയാണെന്ന് വെച്ചാൽ അവർ പോയിക്കോട്ടെ, അവരിഷ്ടം. അവർ മുത്തപ്പനെടുത്ത് പോയിക്കോട്ടെ, അവർ പോയിക്കോട്ടെ, അവരിഷ്ടം. അത് അവരുടെ ഇഷ്ടങ്ങളാണ്, പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളാണ്. ഒരു പക്ഷേ എൻ്റെ നാട്ടിലൊക്കെ എന്താണ് പള്ളിയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. മമ്പുറം പള്ളിക്ക് പോകുന്ന ഹിന്ദുക്കളുണ്ട്, ഉണ്ടെന്നേ. മമ്പുറം പള്ളിക്ക് ഹിന്ദുക്കൾ പോകും. അവിടുത്തെ വെളിച്ചെണ്ണ വാങ്ങിച്ച് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവിടേക്ക് നേർച്ച വെക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. തിരൂരൊക്കെ പോകണമെങ്കിൽ അവിടെ ഒരു മഖാമുണ്ട്. ആ മഖാമിലേക്ക് അയ്യപ്പന്മാർ കയറി പോകണം, ഇഷ്ടം പോലെ കാണാം. അവിടെ പോയിട്ട് ചന്ദനത്തിരിയാണ് കൊടുക്കുക. ചന്ദനത്തിരി കൊടുത്തിട്ട് അവിടുത്തെ പഴം കിട്ടും, ചെറുപഴം കിട്ടും, ഓരോ പടല. അതാണ് അവിടെ കൊടുക്കുന്ന ഒരു നേദ്യം പോലെ കൊടുക്കുന്നത്. അത് വാങ്ങിച്ചു വരുന്ന ഒരുപാട് ഹിന്ദുക്കൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഈ പോകുന്ന ആൾക്കാരൊന്നും വീട് എടുക്കാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്. സത്യം,
ഈ പോകുന്ന ആൾക്കാരൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പോകില്ല, സത്യസന്ധമായിട്ട് പോവാണ്. അവരവരുടെ വിഷമം ആ മമ്പുറം പള്ളിയിൽ പോയി പറഞ്ഞാൽ, ആ തങ്ങളോട് പോയി പറഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടുന്ന ആൾക്കാരുണ്ട്. അവരങ്ങനെ പോയി പറയട്ടെന്നേ. അവർക്ക് അങ്ങനെ മാനസികമായിട്ടൊരു വലിയ ആശ്വാസം കിട്ടാച്ച അങ്ങനെ കിട്ടട്ടെ. ഞാൻ തിരൂര് പറഞ്ഞ ഒരു പള്ളിയില്ലേ, അവിടെ പോകുന്ന ആൾക്കാരുണ്ട്. അവരവിടെ അങ്ങനെ പോട്ടെന്നേ. നമുക്ക് ആ പള്ളിത്തെ ആൾക്കാർ അത് തടുക്കുന്നുണ്ടോ? അങ്ങനെ കയറുന്നതിന് ഇല്ല. ഇത്ര കാലമായിട്ട് ഒരു അയ്യപ്പനെ അവിടെ തടുത്തിട്ടില്ല. അവിടെ പള്ളിത്തെ ആൾക്കാരോ പോയിക്കോളും, അങ്ങനെ അകത്തേക്ക് പോയിക്കോളും എന്ന് പറയും. ഒരു മടിയില്ലാതെ പറഞ്ഞേക്കും. തിരിച്ച് പ്രസാദമായിട്ട് കിട്ടുന്ന ആ പഴവും വാങ്ങിച്ച് തിരിച്ചിട്ട് പോലും എത്ര സന്തോഷത്തോടെ, എത്ര മനസ്സിന് ആശ്വാസത്തോടെ അത് കയറി ഇറങ്ങി വരുന്നത്. ഇവിടെ നടക്കുന്ന, ഇവിടെ ആളുകളൊക്കെ കാണുന്നത് എന്താ വെച്ചാൽ, ജസ്ന സലീം ഏത് അമ്പലത്തിലായിക്കോട്ടെ എവിടെയാണെങ്കിലും പോവുകയാണെങ്കിൽ അതെല്ലാം വീഡിയോയിൽ പകർത്തുന്നുണ്ട്, അതവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് അവർക്ക് മോണിറ്റൈസേഷൻ അവർ ഓൺ ആക്കുന്നുണ്ട്, അവർക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആളുകളൊക്കെ കരുതുന്നത് ഇത് ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ഏർപ്പാടെന്നാണ്. സത്യസന്ധമായിട്ടാണെങ്കിൽ എന്തിനാണ് ഇതിന് വീഡിയോ എടുക്കുന്നത് എന്നൊക്കെയാണ് ഒരു സാധാരണ വിശ്വാസിയായിട്ടുള്ള ഇയാളടക്കമുള്ള ആളുകളൊക്കെ ചോദിച്ചു പോകുന്നത്. അപ്പോൾ നമുക്ക് ആരുടെ ഒപ്പാണ് നമുക്ക് നിൽക്കാൻ കഴിയുക? അപ്പോൾ ഇവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഈ മമ്പുറം പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ഇങ്ങനെയൊക്കെ പലതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഐക്യത്തെ നശിപ്പിക്കുന്ന രീതിയിലൊക്കെ, നാശമാക്കുന്ന രീതിയിലൊക്കെ ജസ്ന സലീമുകളെ പോലുള്ള ആളുകളൊക്കെ ഇടപെടാതിരിക്കുക എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. ഇനിയിപ്പോൾ ജസ്ന സലീം കേൾക്കുകയാണെങ്കിൽ താങ്കളുടെ അഭിപ്രായം എഴുതിടാമെന്നുള്ളതാണ്. ബൈ.